ലച്ചൂസ് കുക്കിംഗ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ലഡു ആണ്, ഡ്രൈ ഫ്രൂട്ട്സ് ലഡു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മുടെ പാൻ ഇപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് ബദാമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. നമ്മുടെ ബദാം ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് കാഷ്യൂനട്ട് വറുത്തെടുക്കാം. ഇതും നമ്മൾ 1/4 കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി വറുക്കണതെല്ലാനും അങ്ങനെ തന്നെയാണ്. ഇനി പിസ്ത നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിസ്ത വാങ്ങുമ്പോൾ ഉപ്പില്ലാത്തത് വേണം വാങ്ങാൻ. അടുത്തതായിട്ട് നമുക്കിനി കപ്പലണ്ടിയാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. ഇത് വറുത്ത് വെച്ചിരുന്നതാണ്, തൊലിയൊക്കെ കളഞ്ഞതാണ്. അപ്പോൾ നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ബദാമും കാഷ്യൂനട്ടും കപ്പലണ്ടിയും കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കുറച്ചൊന്ന് പൊടിയണം, എന്നാൽ കുറച്ച് തരികളും കൂടി വേണം. പിസ്ത മാത്രം നമ്മൾ വേറെയാണ് പൊടിക്കണത്. അതിനകത്തുനിന്ന് കുറച്ച് ഉരുട്ടുമ്പോൾ പച്ചപ്പൊക്കെ ഒന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പിസ്ത ഇപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കണം. പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് നാളികേരക്കൊത്ത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നാളികേരക്കൊത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ ഒപ്പം ചേർക്കാനുള്ളതാണ്. ബദാമും കാഷ്യൂനട്ടും കപ്പലണ്ടിയും കൂടെ പൊടിച്ചു വെച്ചതിലേക്ക് നമ്മൾ പിസ്ത ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് അത്തിപ്പഴം ചേർക്കാം. 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈന്തപ്പഴം കഴുകിയെടുത്തിട്ട് അതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ നനവൊക്കെ ഒപ്പിയെടുക്കുക. അതിന് ശേഷം അത് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് ഉണ്ട് അരിഞ്ഞെടുത്തത്. അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ചേർക്കാൻ പോണത് ഉണക്കമുന്തിരിയാണ്. ബ്ലാക്ക് കളറുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/8 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരക്കൊത്ത് നെയ്യോടുകൂടി ഒഴിച്ചു കൊടുക്കുക. അത്തിപ്പഴവും മുന്തിരിയും കഴുകി ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. മധുരത്തിനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അത്തിപ്പഴത്തിനും ഈന്തപ്പഴത്തിനും ഉണക്കമുന്തിരിക്കും മധുരം ഉണ്ടല്ലോ. അപ്പം നമ്മൾ പിന്നെ ഇതിലേക്ക് മധുരം കൂടുതൽ ചേർക്കുന്നില്ല. ഇനി എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന പിസ്തയുടെ പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. 8 എണ്ണം ഉണ്ടായിരുന്നു നമ്മളത് ചെയ്തെടുത്തപ്പോൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.